ഈ ബോളിംഗ് ആക്ഷൻ ലീഗലാണോ? ഈ സംശയം കുറെ പേർ മെസ്സേജിൽ ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് പറയാം. ഇത് കുറച്ച് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ആക്ഷനാണ് എന്നേ ഉള്ളൂ. ഇദ്ദേഹം ബോൾ റിലീസ് ചെയ്യുന്നത് ഷോൾഡറിന് മുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് നിയമം അനുസരിച്ച് ഇത് 100% ലീഗലായ ഡെലിവറിയാണ്. ഇത് സ്ലിംഗിങ് ആക്ഷനാണ്. സ്ലിംഗിങ് ആക്ഷൻ പലപ്പോഴും പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. മലിംഗ, പതിരണ, കേദാർ ജാദവ്, റിയാൻ പരാഗ് എന്നിവരെല്ലാം ഇങ്ങനെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ആക്ഷനുകൾ ഉള്ളവരാണ്. എന്തിന്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബോളറായ ജസ്പ്രീത് ബുംറയുടെ ആക്ഷൻ പോലും പലർക്കും ദഹിക്കാറില്ല. കേദാർ ജാദവ്, റിയാൻ പരാഗ് എന്നിവർ ഇടയ്ക്ക് മാത്രമാണ് ഇങ്ങനെ കാൽമുട്ട് മടക്കി വളരെ സർപ്രൈസിംഗ് ആയി ഈ വീഡിയോയിലെ പോലെ ഒരു ആക്ഷൻ ബോൾ ചെയ്യാറുള്ളത്. അവരത് ഇന്റർനാഷണൽ ലെവലിൽ വരെ ചെയ്യാറുണ്ട്. അവർ ഇടയ്ക്ക് മാത്രം പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുത്തി ചെയ്യുന്ന ബോളുകൾ ഒരുപക്ഷെ ബാറ്റർക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ആവും എന്ന വാദം ഉണ്ടാവാം. എന്നാൽ നമ്മുടെ വീഡിയോയിലെ ഈ ബോളർ എല്ലാ ബോളും ഈ തരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ വാദം പോലും പറയാൻ സാധിക്കില്ല. പിന്നെ ഈയിടെ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയ ചില പാരമ്പര്യവാദികൾ മാത്രമാണ് ഈ സ്ലിംഗിങ് ആക്ഷനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമെല്ലാം പറയാറുള്ളത്. സത്യത്തിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന നമ്മൾ ഈ സാധാരണ എന്ന് പറയുന്ന ആക്ഷനാണ് പുതിയത്. ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ സ്ലിംഗിങ് ആക്ഷൻ ആയിരുന്നു നോർമൽ. കൂടുതൽ ഇഫക്റ്റീവായി കൃത്യതയോടെ വേഗതയൊക്കെ ഉപയോഗപ്പെടുത്തി എറിയാൻ പരിശീലകരും കളിക്കാരും കാലങ്ങൾ കൊണ്ട് മാറ്റിയെടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ നോർമൽ എന്ന് പറയപ്പെടുന്ന ആക്ഷൻ. അതുകൊണ്ട് തന്നെ നിയമം അനുസരിച്ച് നമ്മുടെ ഈ വീഡിയോയിലെ ഈ ബോളിംഗ് ആക്ഷൻ ലീഗൽ തന്നെയാണ്. അദ്ദേഹം ബോൾ റിലീസ് ചെയ്യുന്നത് ഷോൾഡറിന് മുകളിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഷോൾഡറിന് താഴെയാണ് ബോൾ റിലീസ് ചെയ്യുന്നതെങ്കിൽ അത് അണ്ടർആം ആക്ഷനായി കണക്കാക്കപ്പെടും. അത് ക്രിക്കറ്റ് നിയമത്തിൽ അനുവദനീയമല്ല. മാത്രമല്ല, കളിക്ക് മുൻപുള്ള എഗ്രിമെന്റിൽ അണ്ടർആം എറിയാമെന്ന് തീരുമാനമുണ്ടെങ്കിൽ അണ്ടർആമും എറിയാമെന്ന് ക്രിക്കറ്റ് നിയമത്തിൽ പറയുന്നുണ്ട്.